പ്രസാദ്, ഇവിടെ സ്ഥിരമായി ഇത്തരത്തിൽ അപകടം ഉണ്ടാവുന്ന സ്ഥലമാണോ? നാട്ടുകാരൊക്കെ അത്തരത്തിൽ ഉള്ള ആശങ്കയൊക്കെ പങ്കുവെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സ്വാതി, ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഒരാൾ മരിച്ചു എന്നുള്ളതാണ്. 3 പേരുടെ അപകടനിലയാണ് ഗുരുതരമായി നിൽക്കുന്നത്. മറ്റുള്ള ആളുകളുടെ പരിക്കിനെ സംബന്ധിച്ചെല്ലാം തന്നെ വ്യക്തത വരുന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് അങ്ങനെ സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അമിത വേഗതയിലും മറ്റുമാണ് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് വാഹനം ബ്രേക്ക് പിടിക്കുക, അതോടൊപ്പം തന്നെ തൊട്ട് പിന്നിൽ വാഹനം വന്നിടിക്കുക, ഇതൊക്കെല്ലാം ഇവിടെ ഈ മേഖലയിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സർവീസ് റോഡിലേക്ക് കയറുന്നതിനിടയിൽ വാഹനത്തിൽ തെറ്റായ ദിശയിൽ പുറകോട്ട് വന്ന് പിന്നീട് സർവീസ് റോഡിലേക്ക് കയറുന്ന സമയത്ത് ആ വാഹനത്തിന്റെ പുറകിൽ ഇടിച്ച് അപകടമുണ്ടായ സംഭവം നടന്നിട്ടുള്ളത്. അല്പസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത്തരം ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഇതിപ്പോൾ വാഹനങ്ങളുടെ ബസിന്റെ എങ്ങനെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നെല്ലാം തന്നെ പിന്നീട് പരിശോധിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ അപകടത്തിൽ ഒരാൾ മരിക്കുകയും 3 പേരുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം പരിക്ക് പറ്റിയ ആളുകളെ സമീപത്തെ കുറ്റിപ്പുറത്തെയും വളാഞ്ചേരിയിലും എല്ലാം തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സ്വാതി പറഞ്ഞതുപോലെ തന്നെ പ്രദേശത്തുള്ള ആളുകളും നമ്മളോടെല്ലാം തന്നെ പറയുന്നത് ഇവിടെ സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് എന്നുള്ളതാണ്. അത് നേരത്തെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അതിന് മുമ്പും ഇത്തരത്തിൽ വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് പതിവായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് ഇത്തരം ഒരു അപകടം നടന്നിട്ടുള്ളത്. അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ബസ്സിന് മുകളിലേക്കാണ് കാറിന് മുകളിലേക്കാണ് ബസ് മറിയുകയും അപകടമുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രസാദ്, ഒരു മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണോ ഈ ഒരു സമയത്ത് മനസ്സിലാകുന്നത്? ഒരാൾ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. പക്ഷേ മരിച്ച ആളുടെ പേര് വിവരങ്ങളെല്ലാം നമുക്ക് അറിയുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ പരിക്ക് പറ്റിയ അവസ്ഥയും അതീവ ഗുരുതരമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം കുറ്റിപ്പുറത്താണ് ബസ് കാറിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. വലിയ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത 6 വരി പാതയിലാണ് അപകടം സംഭവിച്ചത്. ഒരാൾ മരിച്ചു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആരാണ് എന്നുള്ള കാര്യങ്ങൾ അതിലൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പരിക്കേറ്റ ആളുകളെ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റത് 3 പേരാണ്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം നേതൃത്വം നൽകിയത്. കുറ്റിപ്പുറത്ത് ആണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഇവിടെ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. ബസ് താഴേക്ക് വരുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. 10:30 കൂടിയിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. കാറിന് മുകളിലേക്ക് ബസ് തലകീഴായി മറിയുകയായിരുന്നു. ബസ്സിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബസ് തലകീഴായി മറിഞ്ഞു കിടക്കുന്ന ദൃശ്യം ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണ്. ഈ ബസ് എങ്ങനെയാണ് കിടക്കുന്നത്? ബസ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. തൃശ്ശൂരിലേക്ക് പോകുകയായിരുന്ന ബസ്സായിരുന്നു. മലപ്പുറത്ത് നിന്നും തൃശ്ശൂരിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് കുറ്റിപ്പുറത്ത് അപകടത്തിൽപ്പെട്ടത്. കാറിന് മുകളിൽ ബസ് മറിയുകയായിരുന്നു ചെയ്തത്. തലകീഴായി ബസ് മറിയുകയാണ് ചെയ്തത്. നാട്ടുകാരാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ബസ്സിലുണ്ടായിരുന്നത് 30ഓളം യാത്രക്കാരാണ്. കാറിൽ 2 യാത്രക്കാരാണ്. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരം എന്നുള്ളതാണ്. ബസ് വീണത് ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ബസ് പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയാണ്. ബസ് പൊളിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. പോലീസും ഫയർഫോഴ്സും എല്ലാം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് പോലീസിനൊപ്പം ചേരുന്നുണ്ട്.